മറ്റൊരു വാർത്തയിലേക്ക് വി സി നിയമനത്തിൽ പിടിവാശി ഉപേക്ഷിച്ച സർക്കാരും ഗവർണറും. ഗവർണർ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും സർക്കാർ മുന്നോട്ട് വെച്ച സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും നിയമിച്ചു. വിജ്ഞാപനം പുറത്തിറക്കിയെന്ന് ലോക്ഭവൻ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. ബി അരുൺ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അവരുടെ ദീർഘകാലമുണ്ടായിരുന്നൊരു തർക്കം, ഒരുപാട് നിയമ പോരാട്ടങ്ങൾ കണ്ട ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. എങ്ങനെയാണ് മുഖ്യമന്ത്രി സിസയുടെ പേര് സമ്മതിച്ചത്? സർക്കാരും ഗവർണറും തമ്മിൽ വലിയ തർക്കമാണ് ഡിജിറ്റൽ ടെക്നിക്കൽ വി സി സർവകലാശാല വി സിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഒടുവിൽ സുപ്രീം കോടതി ഇടപെടുകയും ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. അവർക്ക് മുന്നിലും സർക്കാരും ഗവർണറും പേരുകൾ നൽകി. സിസ തോമസിനെ ഒരു കാരണവശാലും നിയമിക്കുന്നത് ആവശ്യപ്പെട്ടാണ് സർക്കാർ രണ്ട് പട്ടികയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും അവരുടെ പേര് നൽകിയത്. സജി ഗോപിനാഥിനെ നിയമിക്കുന്നതിൽ ഗവർണർക്കും എതിർപ്പുണ്ടായിരുന്നു. ഡിജിറ്റൽ സർവകലാശാല വി സി ആയിരിക്കെ സജി ഗോപിനാഥിന്റെ ഇടപാടുകളിൽ സംശയമുണ്ടെന്നാണ് ഗവർണറുടെ പക്ഷം. പക്ഷേ സർക്കാരിനോട് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് സജി ഗോപിനാഥ്. രണ്ട് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കടുത്ത നിലപാട് തുടരുകയായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതിയിൽ നാളെ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഒരു ഇടപെടൽ സർക്കാരും ഗവർണറുടെ ഭാഗത്തുണ്ടായത്. നേരത്തെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിലേക്കും ഗവർണർ ക്ഷണിക്കാൻ മുഖ്യമന്ത്രി ലോക്ഭവനിൽ എത്തിയിരുന്നു. അപ്പോഴാണ് ഈ വിഷയം ചർച്ചയായത്. ഒരു പേരിൽ സർക്കാരും സമാധാനത്തിലെത്താൻ തയ്യാറാണ്. സിസ തോമസിന് വേണമെങ്കിൽ അംഗീകരിക്കാം, പക്ഷേ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല വി സി ആയി നിയമിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. സിസ തോമസിനെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നിയമിച്ചാൽ സജിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് ഗവർണറും അറിയിച്ചു. അങ്ങനെ രണ്ടു പക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഗവർണറുടെ നിർബന്ധത്തിൽ സർക്കാർ നിർബന്ധത്തിൽ ഗവർണറും വഴങ്ങിയാണ് ഇപ്പോൾ രണ്ടിടത്തും ഓരോ പേരുകൾ തീരുമാനിച്ചു. അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ പേരുകൾ തീരുമാനിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതായാലും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ നിയമിച്ചുകൊണ്ട് ഇന്നലെ ലോക്ഭവൻ വിജ്ഞാപനം ഇറക്കി. ഇന്ന് ഡോക്ടർ സിസ തോമസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ചുമതലയേൽക്കും. സജി ഗോപിനാഥ് ചുമതല ഏറ്റെടുക്കുന്നത് 1-2 ദിവസം വൈകാനിടയുണ്ട്. കാരണം അത് ഇപ്പോൾ വഹിക്കുന്ന ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞ ശേഷമേ ഇവിടേക്ക് എത്തുകയുള്ളൂ. വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു.